എല്ലാ വീക്കിലും ബുധനാഴ്ച ICC T20 റാങ്കിങ് പ്രഖ്യാപിക്കും. ഇപ്പോഴിത് ഇന്ന് പുതുക്കിയ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുകയാണ്. സഞ്ജുവും തിലക് വർമ്മയുമാണ് ഞെട്ടിച്ചിരിക്കുന്നത്. തിലക് വർമ്മ 3-ാം സ്ഥാനത്താണ്. സൂര്യകുമാറിനെയും മറികടന്ന് തിലക് വർമ്മ 3-ാം റാങ്കിലെത്തി. അതുപോലെ സഞ്ജുവിന്റെ റാങ്കിങ് കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ആരാധകർ. അപ്പോൾ ICC പ്രഖ്യാപിച്ച T20 റാങ്കിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. T20 റാങ്കിങ്ങിൽ ഇന്ത്യ വലിയ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഓൾറൗണ്ടേഴ്സിന്റെ പട്ടികയിൽ ഹാർദിക് പാണ്ഡ്യ 1-ാമതാണ്. ഇതേ സമയം ജയ്സ്വാള് 8-ാം സ്ഥാനത്തുണ്ട്. പണി കിട്ടിയത് സൂര്യകുമാറിനാണ്. സൂര്യ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. പണ്ട് സൂര്യ 1-ാമതായിരുന്നു, പിന്നീട് 2-ാം സ്ഥാനത്തേക്ക് പോയി. സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ സൂര്യകുമാർ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് താരത്തിന് റാങ്കിങ്ങിൽ പണി കിട്ടിയിരിക്കുന്നത്. നിലവിലിപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് തിലക് വർമ്മയാണ്. 69 സ്ഥാനങ്ങളാണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത്. തിലക് വർമ്മ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 69-ാം റാങ്കിൽ നിന്ന് ഒറ്റയടിക്ക് 3-ാം റാങ്കിലെത്തി. ഇത്രയും പെട്ടെന്ന് റാങ്കിങ്ങിൽ കുതിപ്പുണ്ടാക്കിയ താരങ്ങൾ വേറെയില്ല. തിലക് വർമ്മയുടെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറികളാണ് ഇതിന് കാരണമായത്. അതുമാത്രമല്ല, സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ തിലക് വർമ്മ മാൻ ഓഫ് ദി സീരീസും നേടിയിരുന്നു. അതുകൊണ്ടാണ് റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. തിലക് മാത്രമല്ല, സഞ്ജുവിനും നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. സഞ്ജു ആദ്യം 66-ാം റാങ്കിലായിരുന്നു, പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം 39-ാം റാങ്കിലെത്തി. ഇപ്പോഴത്തെ സഞ്ജു 17 റാങ്കിങ് മെച്ചപ്പെടുത്തി ഒറ്റയടിക്ക് 22-ൽ എത്തിയിരിക്കുകയാണ്. സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റാങ്കിങ് ആണിത്. സഞ്ജു ഇതുവരെ 22-ാം റാങ്കിലേക്ക് എത്തിയിട്ടില്ല. ഇതിനു മുന്നേ സഞ്ജു 200-ാം റാങ്കിലായിരുന്നു. അവിടെ നിന്നാണ് ഒറ്റയടിക്ക് ഇപ്പോൾ 22-ൽ എത്തിയിരിക്കുന്നത്. ഓപ്പണറായ ശേഷം സഞ്ജുവിന്റെ റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. സഞ്ജു 2 കളി ഡെക്കായിട്ടുണ്ടായിരുന്നു. ആ മാച്ചിൽ കളിച്ചെങ്കിൽ സഞ്ജുവും തിലക് വർമ്മയെ പോലെ ആധിപത്യത്തിൽ ഇടം പിടിച്ചേനെ. ഇനി വരാൻ പോകുന്ന T20 സീരീസിൽ സഞ്ജു സെഞ്ചുറികൾ നേടിയാൽ സഞ്ജു ഉറപ്പായിട്ടും ആദ്യത്തെ 2-3 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കും. ഒരുപക്ഷെ സഞ്ജുവിന് 1-ാം റാങ്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.